കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ പോര് മുറുകുകയാണ്. ഔദ്യോഗിക വാഹനം ഉപയോഗിക്കരുത് എന്ന VCയുടെ വിലക്ക് വീണ്ടും തള്ളി രജിസ്ട്രാർ KS അനിൽകുമാർ. ഇന്നും രജിസ്ട്രാർ സർവകലാശാലയിലെത്തിയത് ഔദ്യോഗിക വാഹനത്തിലാണ്. വാഹനത്തിന്റെ താക്കോൽ പിടിച്ചെടുക്കണമെന്ന VCയുടെ നിർദ്ദേശം ഉദ്യോഗസ്ഥർ അനുസരിച്ചുമില്ല. സെക്യൂരിറ്റി ഓഫീസർക്കും മിനി കാപ്പനുമാണ് മോഹൻ കുന്നുമൽ നിർദ്ദേശം നൽകിയിരുന്നത്. അഷിൻ ഡിയേഗോ വിവരങ്ങളുമായി. അഷിൻ, പോരുമുറുകുകയാണ്. VCയുടെ നിർദ്ദേശം ഉദ്യോഗസ്ഥരാരും തന്നെ അംഗീകരിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മുൻപ് രജിസ്ട്രാർ അവിടേക്ക് വന്ന ഘട്ടം മുതൽ ആ തരത്തിലാണ്. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരാരും തടഞ്ഞില്ല. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം പിടിച്ചെടുക്കണം, താക്കോൽ പിടിച്ചെടുക്കണം എന്നുള്ള ആവശ്യവും അംഗീകരിക്കാതിരിക്കുകയാണ്. ഇതിന്മേലൊരു പരസ്യ പ്രതികരണത്തിന് ഇവർ തയ്യാറാകുന്നുണ്ടോ? സ്മൃതി, തീർച്ചയായും സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള സർവകലാശാലയിലെ ഈ അധികാര പോര് അല്ലെങ്കിൽ വടംവലി മുറുകുകയാണ്. ഇന്നും VCയുടെ നിർദ്ദേശം തള്ളി രജിസ്ട്രാർ അനിൽകുമാർ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് ഇന്നും യൂണിവേഴ്സിറ്റിയിൽ എത്തിയത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VCയുടെ നിർദ്ദേശങ്ങളൊന്നും തന്നെ കേരള സർവകലാശാലയിൽ നടപ്പിലാക്കുന്നില്ല, അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സിൻഡിക്കേറ്റുകൾ ഇത് അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ വാഹനം നൽകരുത് എന്നൊരു കാര്യമായിരുന്നു ആദ്യം VC ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതും നടപ്പിലായില്ല. മാത്രമല്ല ഇതിന്റെ താക്കോൽ പിടിച്ചെടുക്കണം, വാഹനം ഗ്യാരേജിലേക്ക് മാറ്റണം എന്നുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു. മിനി കാപ്പനോടും സെക്യൂരിറ്റി ഓഫീസറോടുമാണ് ഇത്തരത്തിൽ ഈ നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ അപ്പോഴും ഈ വാഹനത്തിൽ തന്നെയാണ് ഇപ്പോഴും അനിൽകുമാർ ഇവിടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതും തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലേക്ക് കടക്കുന്നതും എന്നുള്ളതാണ്. ഇവിടെ ആരും അദ്ദേഹത്തെ തടഞ്ഞിരുന്നുമില്ല. അദ്ദേഹം കൃത്യമായി തന്നെ രാവിലെ വാഹനത്തിൽ ഇവിടെ എത്തുകയും യൂണിവേഴ്സിറ്റിയിൽ തന്റെ ഓഫീസിലേക്ക് കയറി ഔദ്യോഗിക കൃത്യനിർവഹണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സെക്യൂരിറ്റി ഓഫീസർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം VCയുടെ ഉത്തരവ് അല്ലെങ്കിൽ നിർദ്ദേശം അത് പാലിക്കപ്പെടുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് അച്ചടക്ക നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അനിൽകുമാർ നേരത്തെ പ്രതികരിച്ചിരുന്നു. അതായത് തനിക്ക് സ്വകാര്യ വാഹനങ്ങളില്ല, തന്റെ ഉടമസ്ഥതയിൽ മറ്റു വാഹനങ്ങളൊന്നുമില്ല. ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു വാഹനത്തിൽ മാത്രമാണ് താൻ യാത്ര ചെയ്യുന്നത്, ഇത് മാത്രമാണ് തനിക്കുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ ഈ വഴി ജോലിയിലേക്ക് പ്രവേശിക്കും മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും അസാധാരണ സംഭവങ്ങളാണ് യൂണിവേഴ്സിറ്റിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത നടപടി എന്ത് എന്നാണ് ഇനി അറിയേണ്ടത്?